ഇന്നൊരു സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എന്താ അറിയോ, കോവയ്ക്ക മെഴുക്ക് വരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അതെന്തൊക്കെയാണ് അതിൽ ചേർക്കേണ്ടത്? നിലക്കടല, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, തക്കാളി, പിന്നെ മഞ്ഞൾപ്പൊടി. നല്ലെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം എങ്ങനെയെന്ന് നോക്കാം. ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നിലക്കടല ഇതിലിട്ട് കൊടുക്കുക. പച്ചമുളകും ഇട്ട് കൊടുക്കുക. നിലക്കടലയും പച്ചമുളകും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ കോവയ്ക്ക, അരിഞ്ഞു വെച്ച കോവയ്ക്ക ഇതിലിട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ച തക്കാളി ഇതിലിട്ട് കൊടുക്കുക. ഇനി ഒരു പിടി മല്ലിയില, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് വെള്ളം ചേർക്കാൻ പാടില്ല, ആവിയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് കോവയ്ക്ക. നിലക്കടലയും പച്ചമുളകും വറുത്തെടുത്തത് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. കോവയ്ക്ക റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. നിലക്കടലയും പച്ചമുളകും പൊടിച്ച് വെച്ചത് ഇതിനോട് തന്നെ കോവയ്ക്ക ചൂടാറി വന്നിട്ടുണ്ട്. അത് ഇതിലിട്ട് കൊടുക്കുക. കോവയ്ക്കൊക്കെ ഇപ്പോൾ അരച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കോവയ്ക്ക മെഴുക്ക് വരട്ടി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട്. നെയ്യൊക്കെ ഒഴിച്ചപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തപ്പോൾ നല്ല ഇത് വരുന്നുണ്ട്. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ലൊരു ഒരു മെഴുക്ക് വരട്ടിയാണ്. ഞങ്ങൾ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.